നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഈ ഔട്ട്ഡോർ ടാങ്കിലേക്ക് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന 2 വലിയ സൈസ് ആൽബിനോ ജയന്റ് ഗൗരാമികളെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ബക്കറ്റുകളിലായിരുന്നു മുമ്പ് അവരെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഫീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അവർ ഫീഡ് എടുക്കുന്നതൊക്കെ. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ നമ്മൾ ഇട്ട ആ സെയിം ഡേ തന്നെ അവർ പെല്ലറ്റ് ഫുഡ് നല്ല രീതിയിൽ കഴിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പെല്ലറ്റ് ഫുഡ്. അവർ അന്ന് തന്നെ ഫുഡ് കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ നോർമലായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ടാങ്കിൽ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് നമ്മൾ വലിയ സൈസ് പെല്ലറ്റാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അവർ ഓരോന്നായിട്ട് കഴിക്കുന്നുണ്ട്. വെള്ളം നല്ല രീതിയിൽ ആൽഗ അടിച്ചാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് കാണാം നല്ല തിക്കായിട്ടുള്ള പച്ച കളറിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കി മീനുകളൊക്കെ കാണാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇതിൽ കിടക്കുന്ന ബാക്കി മീനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയൻറ്റ് ഗൗരാമികൾ കിടക്കുന്നുണ്ട് ബ്ലാക്ക്, പിന്നെ നമ്മുടെ ടൈഗർ ഓസ്കാറുകൾ കിടക്കുന്നുണ്ട്, പിന്നെ ഇതിനകത്ത് ബ്ലാക്ക് സക്കറുകൾ കിടക്കുന്നുണ്ട്. അത്യാവശ്യം സൈസുള്ള വലിയ സക്കറുകളാണ്, ബ്ലാക്ക് സക്കർ കാറ്റ് ഫിഷുകളാണ്. പിന്നെ ചെറിയ സൈസുള്ള കുറച്ച് മീനുകളാണ് കിടക്കുന്നത്. അതായത് നമ്മുടെ ഗോൾഡൻ ഗൗരാമി, ബ്ലൂ ഗൗരാമി ആ കാറ്റഗറിയിൽ പെട്ട ചെറിയ സൈസ് ഗൗരാമികളാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് മിക്സഡ് ആയിട്ട് ഉള്ള മീനുകളാണ് ഈ ടാങ്കിൽ കിടക്കുന്നത്. ഇവർ ആൽബിനോ ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നത്. വൈറ്റ് കളർ ആയതുകൊണ്ട് അത്യാവശ്യം മുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ അവർ ഫുഡ് നല്ല രീതിയിൽ തന്നെ കഴിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. നമ്മൾ കണ്ട വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്തുള്ള ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമികൾ കുറച്ച് എല്ലാതും വലിയ സൈസല്ല. അതിനകത്ത് ഒരെണ്ണം എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. അതായത് ഇവരെക്കാളും സൈസ് ഉണ്ട്. അത് ഇവരെ കൊത്തി ഓടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്യൂ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ആൽബിനോകൾ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഞാൻ മുമ്പ് ആ ട്രാൻസ്ഫർ ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവർ കുറേ നാളായിട്ട് ഈ ടാങ്കിൽ കിടക്കുന്ന ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമികളാണ്. അപ്പോൾ അവർ ഓൾറെഡി ഇതിനകത്ത് ടെറിട്ടോറിയൽ ആയിട്ടുണ്ടാവും. പിന്നെ പെട്ടെന്ന് നമ്മൾ പുതിയ മീനുകളെ അല്ലെങ്കിൽ പുതിയ ഗൗരാമികളെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഇവരെ കൊത്താനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവരുടെ ഒരു ടെറിട്ടറി ആയിട്ടാണ് അവരിപ്പോൾ ഇത് കാണുന്നത്. അപ്പോൾ പുതിയ മീനുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർ തീർച്ചയായിട്ടും അഗ്രഷൻ കാണിക്കും. അപ്പോൾ നമ്മൾ ചില സമയത്ത് കാണുന്നുണ്ട് ഈ വൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നത് കാണുന്നുണ്ട്. അതായത് എന്തോ ഒരു സംഭവം ഇതിനെ ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചേസ് ചെയ്യുന്നതിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല, കാരണം ഇത് ബ്ലാക്ക് ആയതുകൊണ്ട്. അത് ജയൻറ്റ് ഗൗരാമി തന്നെയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അതായത് വലിയ സൈസുള്ള ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമി. പിന്നെ അഗ്രഷൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഏത് വെറൈറ്റികളിലാണെന്നുണ്ടെങ്കിലും ഈ ബ്ലാക്ക് വെറൈറ്റിക്കാണ് അഗ്രഷൻ കൂടുതൽ. ആ ഓസ്കാറിലാണെന്നുണ്ടെങ്കിൽ ടൈഗർ ഓസ്കാർ, അതായത് ബ്ലാക്ക് കളറുള്ള ഓസ്കാറിനാണ് അഗ്രഷൻ കൂടുതൽ. അതുപോലെ തന്നെ ജയൻറ്റ് ഗൗരാമികളിലാണെന്നുണ്ടെങ്കിലും ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമിക്കാണ് അഗ്രഷൻ കൂടുതലുള്ളത്. ആൽബിനോ വെറൈറ്റികളാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ജയൻറ്റ് ഗൗരാമി ആണെങ്കിലും ആൽബിനോ ഓസ്കാറുകളാണെന്നുണ്ടെങ്കിലും അവർക്ക് അഗ്രഷൻ കുറവാണ്. അഗ്രഷൻ ഇല്ല എന്നല്ല, അഗ്രഷൻ ബ്ലാക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ അഗ്രഷൻ കുറവാണ്. ഇത് പല ബ്രീഡേഴ്സൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് നടക്കുന്നുണ്ട്. ചില സമയത്ത് ഈ ആൽബിനോയും ബ്ലാക്കും തമ്മിൽ ചെറിയ ചെറിയ ഫൈറ്റുകൾ നടക്കുന്നുണ്ട്. ടാങ്ക് കുറച്ച് സൈസ് ഉള്ളതായതുകൊണ്ട് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തിപ്പോകും. അതേ കണ്ടില്ലേ, ഈ കാണുന്നതാണ് ഇതിൽ എടുക്കുന്ന വലിയ ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമി. ഇതിപ്പോൾ കണ്ടില്ലേ ഫ്രെയിമിൽ, അത് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് നമുക്ക് കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അവർ വല്ലാതെ മുകളിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റൂ. അപ്പോൾ ഈ ഒരു വലിയ സൈസ് ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമിയാണ് ഈ ആൽബിനോകളെ കൊത്തി ഓടിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. മിക്കവാറും അത് മെയിലാവാനാണ് സാധ്യത. അതുകൊണ്ടായിരിക്കും ഈ ഒരു അഗ്രഷൻ കാണിക്കുന്നത്. പിന്നെ ഈ ആൽബിനോകൾ ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നമ്മൾ അന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവരുടെ ബോഡി ചെക്ക് ചെയ്തപ്പോൾ ഒരെണ്ണം മെയിലും ഒരെണ്ണം ഫീമെയിലുമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരെണ്ണത്തിൻ്റെ നെറ്റിയിൽ നല്ല രീതിയിൽ ഹമ്പ് കണ്ടിരുന്നു നമ്മൾ. അന്ന് നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാം. അപ്പോൾ അതെനിക്ക് തോന്നുന്നു മെയിലാണെന്നുള്ളത്. രണ്ടാമത്തെ ആൽബിനോ ജയൻറ്റ് ഗൗരാമി അതിൻ്റെ നെറ്റിയുമേ അധികം ഹമ്പ് ഇല്ല, അതായത് അത്യാവശ്യം ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ചിലപ്പോൾ അത് ഫീമെയിൽ ആകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഈ 2 ആൽബിനോ ജയൻറ്റ് ഗൗരാമികളും ഫുഡ് കഴിക്കുന്ന സമയത്തും വേറെ പല സമയങ്ങളിലായിട്ട് അവർ ഒരുമിച്ച് നിൽക്കുന്നത് നമ്മൾ കണ്ടു. അടുത്തടുത്തൊക്കെ നിൽക്കുന്നുണ്ട്, അവർ ഫൈറ്റൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ചിലപ്പോൾ ഇവർ മെയിലും ഫീമെയിലും ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ടാങ്കിനകത്ത് നമ്മൾ എയറേഷൻ കൊടുക്കുന്നത് നൈറ്റ് ടൈമിലാണ്. ഡേ ടൈമിൽ നമ്മൾ ഇതുപോലെ പ്ലെയിൻ ആയിട്ട് ഇടുകയാണ്, അതായത് ശാന്തമായിട്ട് ഇടുകയാണ് പതിവ്. ഈ ഒരു സമയത്ത് തന്നെയാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നതും. പിന്നെ മുമ്പ് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, ഈ ടാങ്കിൽ നമ്മൾ വാട്ടർ ചേഞ്ച് കാര്യങ്ങളൊന്നും ചെയ്യാറില്ല, നാച്ചുറലായിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ്. ഫീഡും നമ്മൾ ഓവറായിട്ടൊന്നും കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വല്ലാതെ ആ ഒരു എന്താ പറയുക മീനിൻ്റെ വേസ്റ്റ് അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. മഴക്കാലത്ത് പുതിയ വെള്ളം നിറയുന്നു, അതുപോലെ തന്നെ വേനൽക്കാലം ആവുന്ന സമയത്ത് നമ്മൾ ടോപ്പ് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്യാറുള്ളത്. പിന്നെ എയറേഷൻ കൊടുക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞു നൈറ്റ് ടൈമിൽ എയറേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം കുഴപ്പമില്ലാതെ തന്നെ ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഈ കൊടുക്കുന്ന പെല്ലറ്റ് ഫുഡ് കൂടാതെ നമ്മൾ അസോള, അതുപോലെ ഡക്ക് വീഡ്, പിന്നെ നമ്മുടെ സാൽവീനിയ, ഈ 3 ചെടികളും നമ്മൾ ഇവർക്ക് ഫീഡായിട്ട് കൊടുക്കാറുണ്ട്. അവർ നല്ല രീതിയിൽ തന്നെ കഴിക്കാറുമുണ്ട്. അപ്പോൾ ഈ 2 ആൽബിനോ ജയൻറ്റ് ഗൗരാമികളെ ഈ ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റിയിട്ട് എന്തായി എന്നുള്ള ആ ഒരു അപ്ഡേറ്റും അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഫീഡിങ്ങും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ മെയിനായിട്ടും ചെയ്തത്.
സാധാരണ നമ്മൾ ഈ ഔട്ട്ഡോർ ടാങ്കിൽ കിടക്കുന്ന മീനുകളുടെ അപ്ഡേറ്റ് ഒന്നും ചെയ്യാറില്ല. കാരണം ഇതിങ്ങനെ ആൽഗെ അടിച്ച് കിടക്കുന്നത് കൊണ്ട് തന്നെ ഒന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇത് ആൽബിനോകൾ ആയതുകൊണ്ട് മാത്രമാണ് നടന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് മീനുകളെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.